സംഭവം ഉമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഉമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഉമ്മ പൂ കൊടുക്കുമ്പോൾ മേടിക്കുന്നില്ല. നിങ്ങൾ നോക്കിക്കോ. സബാഷ്. പുതിയ തലമുറയുടെ വികൃതികൾ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാനില്ലേ. ഇത് പുതിയ തലമുറയുടെ വികൃതികൾ കാരണം അവസാനം മാതാപിതാക്കളായിട്ടുള്ള ഒരു തലയെ കൂടെ മുണ്ടിട്ട് നടക്കണമെന്ന് വരെ ചോദിക്കേണ്ട സിറ്റുവേഷൻ എത്തിയിരിക്കുകയായിരിക്കും അല്ലേ. പലർക്കും കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നിക്കാണും. ഇതിന്റെ കമന്റ് ബോക്സിൽ ചെന്ന് കഴിഞ്ഞാൽ അസലായിട്ട് കാണാം. നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കില്ല, ഉമ്മയില്ലാതെ നിൽക്കുവാണോ തെറ്റിദ്ധരിക്കില്ല. ബോയ് ഫ്രണ്ടിന്റെ ഒക്കെ വിഷയം ഇട്ടിട്ട് ഓൾറെഡി എന്നെ കുറെ ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു മെന്റലി. ആ സമയം മുതൽ ഞാൻ ഭയങ്കര ബോയ് ഫ്രണ്ടിന്റെ കാര്യത്തിൽ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിരുന്നു. പിന്നെ അങ്ങനെ റിക്കവർ ആയി വരെയായിരുന്നു. അപ്പം പിന്നെ ഈ ഒരു ഇതും കൂടി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അവർക്ക് ചെയ്ത് കണ്ടിട്ട് ബാഡ് ആവും. ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു എന്റെ പൊന്നു കുഞ്ഞെ, എനിക്ക് തോന്നുന്നു ലോകത്ത് ഇതിന് മാത്രമേ ഉള്ളൂ ബോയ് ഫ്രണ്ട് എന്ന്. അമ്മാരി പരിപാടി കാണിക്കുന്നത്. എത്ര വയസ്സ്? 19 വയസ്സ് കണ്ടേ ഉള്ളൂ. ഞാൻ ഇത് നേരത്തെ കണ്ട് തുടങ്ങിയതാണ്, നേരത്തെ തൊട്ടുള്ളതാ. വീട്ടുകാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം ഇവർ ഒന്നിച്ച് ഗോവയിലൊക്കെ വിടുന്നുണ്ട്. അത് വിഷയമൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ അവരുടെ ഫാമിലി മാറ്റർ. 18 വയസ്സ് കഴിഞ്ഞല്ലേ, നമ്മളതിനകത്തൊരു കുത്തിക്കയറുന്ന ആവശ്യമില്ല. പക്ഷെ ഈ ബിഗ് ബോസിൽ നിന്ന സമയത്ത് പുറത്ത് ഈ പെൺകുട്ടിയെ കുറെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒക്കെ നിന്ന ഒരാളുണ്ട്, അവരുടെ ഉമ്മയുണ്ടായിരുന്നു. പുറത്തോട്ട് വന്ന സമയത്ത് ഈ പയ്യന്റെ കൂടെ തന്നെ നടന്നു വരുന്ന, ഞാൻ വീഡിയോ കാണിക്കാം, കൂടെ നടന്ന് ഉമ്മയും വരുന്നുണ്ട്. ആ ഉമ്മയുടെ അടുത്തോട്ട് ഓടാതെ നേരെ ഓടി മറ്റേ അടുത്തോട്ട് എന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കിന് നിങ്ങളെ ഇത്രയും നോക്കിയ അല്ലേ, നിങ്ങളെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന ഇപ്പൊ ഈ ബിഗ് ബോസിലേക്ക് എത്താനായിട്ട് വരെ ആ ഊർജവും ആരോഗ്യവും അതിനൊക്കെ നിങ്ങളെ കുഞ്ഞിലെ കുറെ പെഴുകുഞ്ഞ് തന്നെ അതിലും കുഞ്ഞിലെ പൊടിയായിരുന്ന സമയത്ത് നിങ്ങളെ കുറെ സഹായിച്ച് മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തി ആ സൈഡിൽ കൂടെ നടന്നു വരുമ്പോഴത്തേക്കിന് അവരുടെ മനസ്സിൽ എന്തോന്നിരിക്കും അറിയോ? ഓടി വരുന്നത് തൻ്റെ മോള, അല്ലാതെ കൂടെ നിൽക്കുന്ന കാമുകന്റെ കാമുകയാണെന്നല്ല, സ്വന്തം മോളാണെന്ന് വിചാരിക്കത്തുള്ളൂ. ആ മോൾ അവിടെ നിന്ന് ഇങ്ങനെ ഓടി വരുമ്പോഴത്തേക്കിന് ഉമ്മ എന്നൊരു വിളി കേൾക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. പിന്നെ ഇതിനൊരു പ്രത്യേക എക്സ്പ്ലനേഷൻ കുഞ്ഞെന്തായാലും കൊടുത്തിട്ടുണ്ട്. കുഞ്ഞ് ഇതുപോലെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കാണണം. ഈ നിങ്ങൾ മാതാപിതാക്കളും കാണണം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാം കമന്റ് ചെയ്യണം. പുതിയ തലമുറയും കാണണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കാണണം. തലമുറ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്തയും തള്ളയും തലയെ കൂടെ മുണ്ടിട്ടുകൊണ്ട് നടക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. കാരണം ന്യൂജൻ കിണ്ടി വാഴയ്ക്ക. അപ്പം നമുക്ക് അധികം നീട്ടിക്കൊണ്ട് പോകാതെ വീഡിയോക്കകത്തേക്ക് പ്രവേശിക്കാം. എന്താണ് റിയലായിട്ട് അവിടെ സംഭവിച്ചു എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച്. അതാ നമ്മുടെ കഥാനായകി വന്നിറങ്ങിയിരിക്കുന്നു. എയർപോർട്ടിലെത്തി ബാഗുകളും ഉന്തി തള്ളിക്കൊണ്ട് നടക്കുന്നു. ചുറ്റും ക്യാമറകൾ. ആ ക്യാമറകൾ കണ്ടപ്പോൾ തന്നെ ഇതുവരെ ഇല്ലാത്ത ഒരു ഹാപ്പിനെസ് ആണ് കുട്ടിക്കുള്ളത്. പക്ഷെ ആ കണ്ണുകൾ തിരയുന്നത് മറ്റെന്തിനെയാണ്. ആ എന്തിനെ തിരഞ്ഞ് എത്തുമ്പോഴത്തേക്കിന് അതാ അങ്ങ് അകലെ കഥാനായകൻ നടന്നു വരുന്നത്. കഥാനായകൻ മാത്രമല്ല, നിങ്ങൾ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കൂ. അങ്ങ് അകലെ കഥാനായകന്റെ കൂടെ കഥാനായകന്റെ അമ്മായിയമ്മ, അതായത് ഈ ഓടുന്ന കുട്ടിയുടെ അമ്മ നടന്നു വരുന്നുണ്ട്. പിന്നെ ഒരു അനിയത്തി കുഞ്ഞ് നടന്നു വരുന്നുണ്ട്. ഇത് മൂന്നുമാണ് ഓപ്പോസിറ്റ് വരുന്നത്. ആ ഓപ്പോസിറ്റ് വരുന്ന അമ്മയെയും കുഞ്ഞിനെയും ഈ കുട്ടിയുടെ കണ്ണിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് ഈ നടത്ത കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഫോൺ എടുക്കുന്നു, ഫുള്ള് വെപ്രാളം, ക്യാമറകളെല്ലാം കൂടെ ഓടുന്നു. പിന്നെയാണ് ഒരു ഓട്ടം വെച്ച് കൊടുക്കുന്നത്. റെഡി 1 2 3 സ്റ്റാർട്ടായിരിക്കണം. അപ്പോൾ ഉമ്മയായിരിക്കും ഉമ്മയാണെന്ന് നൈസായിട്ട് ഉമ്മ സൈഡിലോട്ടങ്ങ് മാറി. ഉമ്മ എടുത്തോട്ടല്ല, കൂടെ വന്ന ഇന്നലെ കണ്ട മറ്റേ പൈതലിൻ്റെ അടുത്തോട്ടാ ഓടിച്ചെന്നോന്ന്. എൻ്റെ പൊന്നെ. അപ്പോഴത്തേനും ഉമ്മ വിചാരിക്കുമല്ലേ, ഈ പൈതലായില്ലേ ഇത്രയും നാൾ നോക്കിയത്, ഇത്രയും ഊർജ്ജം കൊടുത്ത് ഈ പൈതലായില്ലേ, ഈ പൈതലിൻ്റെ കൂടെ ആയില്ലേ നടന്നത്. സംഭവം എന്തായാലും ബഹുലമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ആ ചെറുക്കനാണെങ്കിൽ അവൻ ഫുള്ള് അവനെന്തോ മറുപടി പറയണമെന്ന് അറിയത്തില്ല. നീ എന്തിനടി എൻ്റെ അടുത്തോട്ട് വന്നു, നീ അങ്ങോട്ടല്ലേ പോകേണ്ടത് എന്നൊരു ചിന്തപ്പാടില്ല അവനെ നിൽക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം അവനതിനകത്തൊന്നും പറയാനും ഇല്ല. അവൻ വാ പോലും തുറന്ന് സംസാരിക്കുന്നില്ല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തമ്പിട്ട് വിടുന്നുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് ഇത് ഫുള്ള് കരച്ചിട്ടായി എന്തോ എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞവർ പോലും ഇങ്ങനെ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ കഴിയണമെന്നില്ല, ഓൾറെഡി ഇവരിങ്ങനെ ജീവിക്കുന്നവർ, അതുകൊണ്ട് തന്നെ വലിയ വിഷയമൊന്നുമില്ല. നമ്മൾ പറയുമ്പോഴത്തേനും മറ്റേ എന്തുവാ സദാചാരം പറയുന്നു എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കില്ലേ. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇതിപ്പം ഒരു ഇൻഫ്ലുവൻസറാണ്. ഇതൊരു ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യമാണ്. ഈ പുതുതലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആവും. ഇപ്പൊ കണ്ടോ, ഇപ്പൊ നല്ല കുഞ്ഞ്, ഇപ്പൊ അനിയത്തി കുഞ്ഞ്, ഈ അനിയത്തി കുഞ്ഞ് സത്യം പറഞ്ഞാൽ ചേച്ചിയെ കാണാനായിട്ടും കണ്ടതിന്റെ ഒരു ഹാപ്പിനെസ് ഒന്ന് കുഞ്ഞിനോട് കാണിക്കണമെന്ന് ചിന്തിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ വികാരം കൂടെ നമുക്ക് മനസ്സിലാക്കണം. അവർ നമ്മൾ അത്ര ഡീപ്പായിട്ടാണെങ്കിൽ. ഇപ്പോഴാണ് കഥയുടെ സംഭവം ഉമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഉമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഉമ്മ പൂ കൊടുക്കുമ്പോൾ മേടിക്കുന്നില്ല. നിങ്ങൾ നോക്കിക്കോ, കണ്ടോ, പൂ കൊടുക്കുന്നു, ഉമ്മ സ്കിപ്പ് ആവുന്നു. അപ്പോൾ വെളുത്തുകൊണ്ട് റണ ക്യാമറയ്ക്ക് മുന്നിലേക്ക് ഒരു നോട്ടം. അപ്പോൾ റണയ്ക്ക് കാര്യം മനസ്സിലായി, കൈവിട്ട് പോയി എന്നുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് ഇതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് അടുത്തൊരു വീഡിയോ കുട്ടി ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എൻ്റെ വീട്ടുകാർക്കെല്ലാം നല്ലോണം അറിയാം. ഞാൻ ആ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. വീണ്ടും നമ്മുടെ കഥാനായകന്റെ അടുത്തേക്ക് എത്തുന്നു. അവന് ക്യാമറയുടെ മുന്നിൽ ഫേസ് ചെയ്യണമെന്നില്ല, നിൽക്കണമെന്നില്ല, എടുക്കണമെന്നില്ല. അപ്പം നമ്മൾ ഈ ഒരു ടോപ്പിക് എടുത്ത് പറയാനും ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഇൻഫ്ലുവൻസറാണ്. ഇതൊരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികളെയും അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെയും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴത്തേന് രണ ഇങ്ങനെ ചെയ്ത് എന്നാൽ പിന്നെ എനിക്കത് ചെയ്തുകൂടെ,
എന്ന് ചിന്തിക്കുന്ന സ്ഥലത്തായിരിക്കും ഈ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടപ്പുറപ്പ് ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുമായിട്ടുള്ള ഒരു വികാരവും അല്ലെങ്കിൽ ഒരു ആത്മബന്ധവും അവർ പറയുന്ന പല കാര്യങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്നൊരു വിലയും അവരുടെ വാക്കിന് നിങ്ങൾ കൊടുക്കുന്നൊരു അംഗീകാരവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇവിടെ വെച്ചങ്ങ് ബ്രേക്ക് ആവും, ഇവിടെ വെച്ചങ്ങ് നിൽക്കും. പിന്നെ അച്ഛനും അമ്മയ്ക്ക് മോളുടെ അടുത്തോട്ടോ മോൻ്റെ അടുത്തോട്ടോ ഒന്ന് സംസാരിക്കണമെങ്കിൽ പണ്ട് ഐശ്വര്യ റായ് ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട്, ഇൻ ഇന്ത്യ അച്ഛനും അമ്മയോട് സംസാരിക്കണമെങ്കിലോ ഫുഡ് കഴിക്കണമെങ്കിലോ ഒന്ന് പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ആ ഒരു രീതിയിലേക്കും ആ ഒരു കാലഘട്ടത്തിലേക്കും പോകും. അതായത് നിലവിൽ ഇവിടെ ഒരു കൾച്ചർ ഉണ്ടല്ലോ, ആ കൾച്ചറിൽ നിന്ന് മാറി നമ്മൾ വിദേശ സ്റ്റൈലിലേക്ക് പോകും. പിന്നെ ബാത്റൂമിൽ മറ്റേ എന്തുവാ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വലിക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തിരിക്കും നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും വലിയ ബോധിച്ചില്ല. നമുക്ക് ഇഷ്ടമുണ്ട്, എല്ലാവരും ഇഷ്ടമുണ്ട്. അപ്പം നമുക്ക് കൊടുക്കേണ്ട ആൾക്കാർക്കെല്ലാം ഈക്വലായിട്ട് അത് അവിടെ കൊടുക്കണം. ആദ്യം കൊടുക്കേണ്ടത് ഈക്വലായിട്ട് കൊടുക്കണം. അല്ലാതെ എൻ്റെ ബോയ് ഫ്രണ്ടിനെ ഞാൻ മിസ് ചെയ്തേ, എനിക്ക് തോന്നുന്നില്ല. ആ വീട്ടിനകത്ത് പോയി ഉണ്ടായില്ല, ആ വീട്ടിനകത്ത് പോയതിന് ശേഷം ഉമ്മയുടെ കാര്യവും വേറെ ആരുടെ കാര്യവും പറയുന്നുണ്ട് 24 മണിക്കൂർ എൻ്റെ ബോയ് ഫ്രണ്ട്, എൻ്റെ ബോയ് ഫ്രണ്ട്, എൻ്റെ ബോയ് ഫ്രണ്ട്, എൻ്റെ പൊന്നു കുഞ്ഞെ, എല്ലാവർക്കും ബോയ് ഫ്രണ്ട് ഉണ്ട്, ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. നിനക്ക് മാത്രമല്ല ഇച്ചിരി ലിമിറ്റേഷൻ കാണിക്കും. ഇനിയിപ്പോൾ ഒരുപാട് ക്യാമറകൾ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ വോളിയം ഇനി കൂട്ടാനായിരിക്കും ചാൻസസ് വളരെ കൂടുതൽ. അപ്പോൾ ഇതിന് ശേഷം കുട്ടി ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ നമുക്ക് കണ്ടുനോക്കാം. അങ്ങനെ ഞാൻ ബിഗ് ബോസിലെ 50 ഡേയ്സ് കംപ്ലീറ്റ് ആയി ഗായ്സ്. അപ്പൊ ഇതിന്റെ 50 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വ്ലോഗാണ്. ബൈദവിന്റെ സൗണ്ട് വെച്ചിട്ട് നിങ്ങൾ അവിടെ 50 ഡേയ്സ് ഒക്കെ നിർത്തിയില്ല, അതന്നെ വലിയ കാര്യം. സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടപ്പോ ഞാൻ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. ഈ ഒരു 19ാമത്തെ വയസ്സിൽ ഒരു 50 ദിവസം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ അത്യാവശ്യം വലിയ ആൾക്കാരുടെ കൂടെ സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ കൂടെ പിടിച്ച് നിന്ന് നീ ഒരു വിജയി തന്നെയാണ്. ഒരിക്കലും അല്ലാന്ന് എനിക്ക് പറയാൻ സാധിക്കത്തില്ല. ഈ ഒരു പ്രായത്തിൽ പല കുട്ടികളും ഇപ്പൊ നിന്റെ കാമുകം കണ്ടില്ല, ക്യാമറ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ വിളിച്ച് മാറി ഇങ്ങനെ നിൽക്കുന്ന അത്രേ ഉള്ളു. അങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് നിന്നാണ് നീ ഈ ഒരു രീതിയിലേക്ക് വന്നത്. വളരെ നല്ല കാര്യം. ഹെഡ്സെറ്റ് ഊരി വെച്ചിട്ടുണ്ട്, അമ്മാതിരി സൗണ്ട് ആയിരുന്നു. പക്ഷെ റിയാലിറ്റി എന്താ വെച്ചാൽ ഇത്ര അലറിയിട്ട് ഇവരോട് സംസാരിച്ച് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ എത്ര അലറി സംസാരിച്ചാലും ആരും മൈൻഡ് ആക്കൂല. അതുകൊണ്ടാണ് ഞാൻ അലറി സംസാരിക്കുന്നത്. വൈദവേ അത് നിങ്ങൾക്ക് അരോചകമായിട്ടോ എന്തായിട്ടോ തോന്നിയെങ്കിലും ഐ എം എക്സ്ട്രീംലി സോറി. ഇനി ഞാൻ എന്റെ ബിഗ് ബോസ് കാണാതെ നിൽക്കണ്ട, ഞാൻ ഫൈനലി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു 3 മണി പൊലിച്ചൊക്കെ ആയപ്പത്തിലേക്ക് ഞാൻ ചെന്നൈ എയർപോർട്ടിൽ എത്തി. എന്നിട്ട് അവിടെ നിന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് അവിടെ നിന്ന് വരുമ്പോൾ ആരോടും ഒരു പേഴ്സണൽ ഗ്രജസ് ഒന്നുമില്ല. ഞാൻ എല്ലാം ഗെയിമിന്റെ ഭാഗമായിട്ട് ഉള്ളെടുത്തത്. പക്ഷെ മസ്താനിമോളോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്, അതെന്താന്നറിയില്ല. ശേഷം ബട്ടർ മിൽക്ക് ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന സമയത്ത് നാട്ടിലെത്തി. ഞാൻ മോനെ നാട്ടിലെത്തിയപ്പോണ്ട് ഫുള്ളും മീഡിയക്കാര്. ഞാൻ പേടിച്ചോ. എന്നിട്ട് ഞാൻ ബാത്റൂമിൽ കയറി ഇരുന്ന്. ഒന്നാമത്തത് ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാരൊക്കെ എന്നെ കാണാൻ വേണ്ടി വരുന്നത്. പിന്നെ ഞാൻ നാട്ടിലൊരു ഇൻവെർട്ടർ ആണ്, അതുകൊണ്ട് പിന്നെ അതിന്റെ ഒരു മടിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ആലിബിനെ വീട്ടുകാരെയൊക്കെ കണ്ടപ്പോഴാണ് എനിക്കൊന്ന് ഹാപ്പിനെസ് ആയത് ഗൈസ്. പിന്നെ എപ്പോഴത്തെ പ്രശ്നം ഞാൻ ആദ്യം ആലിബിനെ കയറി കെട്ടിപ്പിടിച്ചതാണ്. എന്താ ചെയ്യുക, ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് ആലിബ്. എന്റെ പാവ മോൻ എന്ത് പേച്ച് ഗൈസ്. ഞാൻ ഇൻവെർട്ടർ ആണെങ്കിൽ ഓൻ അതിനെക്കാട്ടി വലിയ ഇൻവെർട്ടർ ആണ്. സംഭവം എന്താ വെച്ചാൽ ഞാൻ എന്റെ അമ്മനെ കെട്ടിപ്പിടിക്കാതെ ആദ്യം ആലിബിനെ കെട്ടിപ്പിടിച്ചതാണ് ഗൈസ്. എനിക്ക് വേണമെങ്കിൽ മീഡിയക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മനൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് ഫേക്ക് അടിച്ച് നിൽക്കാം. പക്ഷെ എന്റെ അമ്മക്കും എന്റെ വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാം എനിക്ക് എത്രത്തോളം ആലിബിന്റെ കാര്യമാണ്. അപ്പൊ എനിക്കതിങ്ങനെ മുന്നിൽ അതെന്തായാലും കറക്റ്റ് ആയിരിക്കും. ഉമ്മക്കെല്ലാം മനസ്സിലായതുകൊണ്ടായിരിക്കും ഉമ്മ പൂ പോലും കൊടുക്കപ്പെടുത്തേനും മേടിക്കാൻ സൈഡിലേക്ക് മാറിയത്. ആർക്ക് എന്തൊക്കെ മനസ്സിലായെന്ന് പറഞ്ഞാലും അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ കാണും. കാരണം നീ ഒരു 20 വയസ്സ് പോലും ഇല്ലാത്തൊരു കൊച്ചു പെണ്ണ. ആ പെണ്ണങ്ങോട്ട് ഓടി വരുമ്പോഴത്തേനും ഉമ്മയുടെ അടുത്തോ അനിയത്തി കുഞ്ഞിനെ കാണുന്നത്, അവരുടെ അടുത്തും സംസാരിക്കുന്നതും, അതിനുശേഷം ആ ഒരു പയ്യന്റെ അടുത്ത് പോയിട്ട് ഒരു ഷേക്കാൻ്റെ കൊടുക്കുകയോ കെട്ടിപ്പിടിക്കുകയോ എന്തോ കോപ്പം എന്തെങ്കിലും ചെയ്യും, അത് ചെയ്യുന്നതായിരിക്കും കാണുന്നവർക്കും അല്ലെങ്കിൽ ഉമ്മയ്ക്കും മനസ്സിലുണ്ടാകുന്ന സന്തോഷം. ആ ഒരു സംഭവം ഈ വീഡിയോയുടെ കമന്റ് ബോക്സിന്റെ താഴെ ചെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് കമന്റ് വന്നതുകൊണ്ടും ഇതൊരു തെറ്റാണെന്ന് പുള്ളിക്കാരി മനസ്സിലായതുകൊണ്ടും ആയിരിക്കുമല്ലോ ഇതുപോലെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ അവസാനത്ത് തനിക്ക് പറയാനുള്ള ഒരു ഡയലോഗും കൂടെ ചേർത്ത് വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്നത്.